എത്ര നേരം കണ്ണാടിയുടെ മുമ്പിൽ നിന്നാലും ബോറടിക്കാത്ത 3 പേരാണ് ഞങ്ങൾ ഈ കാണുന്ന ആൾക്കാർ. പക്ഷേ ഒരുപാട് നേരം ഇനിയും നിന്ന ആ ഇരുന്ന് ഷൂസ് ഇടുന്ന വെള്ള ഷർട്ടുകാരനുണ്ടല്ലോ, ആള് വമ്പം പോസ്റ്റായി പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുക്കം നിർത്തി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൽ നിന്ന് പട്ടായ സിറ്റിയുടെ കാഴ്ചകൾ. രാത്രിയിലെ കാഴ്ചകൾ കുറച്ചുകൂടി അടിപൊളിയാണ്, കാരണം ലൈറ്റിങ്സും ഒരു ജിയാൻ വീലും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ രാത്രിയിൽ നമ്മൾ പുറത്താണല്ലോ, പിന്നെ വന്നു കയറുന്നതിന് മുമ്പേ ബെഡ് എവിടെ ഉറങ്ങണം എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ട് അത് ഇതുവരെ സാധിച്ചില്ല, ക്ഷമിക്കണം. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 4ാമത്തെ ദിവസം അല്ലേ ഇന്ന്. നാളെ കൂടെ ഉള്ളൂ, തീർന്നു പരിപാടിയൊക്കെ. ഇന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് പോവുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്നലെ താമസിച്ചാണ്, അതുകൊണ്ടെല്ലാം തീരാറായ. ഇന്നും താമസിച്ചാണ്, ഇന്നലത്തെ ടൈമിൽ തന്നെ ഇന്നും വന്നേക്കുന്നത്, അറിയില്ല. അങ്ങനെ നമ്മുടെ LK സെലസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഹോട്ടലിലെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനി ചിലപ്പം വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ബാങ്കോക്കോ പട്ടായൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവിടുന്ന് കഴിച്ചെന്നിരിക്കും. ഇന്ന് നമ്മൾ എടുത്തത് എന്നത്തെയും പോലെ ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും തായ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ മിക്സഡ് ഐറ്റംസ് ആണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ആദ്യം എടുത്ത ഈ ഐറ്റംസ് ആണ് കേട്ടോ. എന്തൊക്കെയോ ഇല പുഴുങ്ങിയതൊക്കെ ഉണ്ട്, അതിനകത്ത് ചിക്കൻ്റെ പീസുകളും ഉണ്ട്, ഇതിൻ്റെ തന്നെ ഫിഷ് കറിയും ഉണ്ടായിരുന്നു. ഒരു ടേൺ കഴിഞ്ഞ് അടുത്ത ടേണിൽ എടുത്ത ഐറ്റംസ് ആണ് ഈ കാണുന്നത്. കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുറത്തെ ഫ്രൂട്ട്സ് ഒന്നും അധികം ട്രൈ ചെയ്യാത്തത്. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്താണ് വെച്ചത്. റൂമിൽ നല്ല സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാവർക്കും വെൽക്കം ടു പുതിയ എപ്പിസോഡ് ഓഫ് തായ്ലൻഡ് വ്ലോഗ്സ്. പട്ടായ വിട്ടു പോവാണ്. നാളെ ഒരു ദിവസം കൂടെ ഉള്ളു നമ്മൾ ബാങ്കോക്കിൽ സ്റ്റേ ചെയ്യും. പിന്നെ നമ്മൾ ഇന്ത്യയിലോട്ട് പോകും. സോ സാഡ്. ബാങ്കോക്കിൽ നിന്ന് ബാങ്കോക്കിലേക്കൊക്കെ പോവാം. നല്ല ഹോട്ടലായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതേണ്ട അതിട്ടോ, അത് 2 hours പിടിച്ചു. ഈ കാണുന്ന ആളാണ് നമ്മുടെ പുതിയ സാരഥി. ആൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ലെങ്കിലും ആക്ഷനിൽ കൂടെ നമുക്കെല്ലാം മനസ്സിലാക്കി തരും. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആൾ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവാണ്. നേരെ ബാങ്കോക്കിലേക്കാണ് പോകുന്നത്. ഇന്ന് ടെമ്പിൾ വിസിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ടെമ്പിൾ എന്നൊന്നും അറിയത്തില്ല. ഇതൊരു ടൊയോട്ടയുടെ വണ്ടിയാണ്. ഹലോ ഗൈസ്. നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ലുക്കൊന്നും അല്ല, ഭയങ്കര നീറ്റാണ്. ലേഡീസിനും ജെൻസിനും ഒക്കെ സെപ്പറേറ്റ് ഒരുപാട് ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൂ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കുറേ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട്. പട്ടായ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ നല്ല ചൂടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഉച്ച സമയത്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, അതുകൊണ്ടും കൂടെ ആവാം. പിന്നെ ഈ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ആണല്ലോ ഫ്ലോർ, അതിൽ നിന്നും കൂടെ അടിക്കുന്ന ചൂട് കൊണ്ടായിരിക്കും ഭയങ്കര ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ചേക്കുന്നത്. ഇതുവരെ ഇന്ത്യയിൽ അമ്പലം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഇനി ഇപ്പോൾ തായ്ലൻഡിൽ അമ്പലം കൂടെ കാണാതെ കരുതി. പിന്നെ ഇതൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ബെൽസ് തൂക്കിയിട്ടിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ വന്നപ്പോൾ മുതൽ അതിലിങ്ങനെ തട്ടി കളിക്കുകയാണ്. ഫൈനലി ശ്രീബുദ്ധൻ്റെ അമ്പലത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടായി. ഈ കാണുന്ന ബുദ്ധ പ്രതിമയാണ് ഇവിടെയുള്ളവർ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങളുടെ അകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പൂരി വെക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഇവിടെയും ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അതുകൂടാതെ ഇവിടെ പൂവും മാലയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് നമുക്ക് അമ്പലത്തിൽ കൊടുക്കാം. അതുപോലെ ഡ്രസ്സ് വെച്ചേക്കുന്നുണ്ട്, അതൊരു കവറിൽ ഇങ്ങനെ റാപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്. അത് കൊണ്ടുവന്ന് വെച്ചിട്ടും ആൾക്കാർ അവിടെ ഇരുന്ന് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ചുറ്റും കാണുന്ന കുറച്ച് ബിൽഡിങ്സ് ആണിത്. ചൈന വാസ്തുശില്പി പ്രകാരമൊക്കെ പണിത വീടുകളാണെന്ന് തോന്നുന്നു. വീടാണോ ഇവിടുത്തെ സന്യാസിമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള മഠങ്ങളാണോ എന്നും അറിയില്ല. എന്തായാലും പിള്ളേർ ഈ ബെല്ല് വിട്ടൊരു കളിയില്ല കേട്ടോ.
നമ്മൾ മുകളിലത്തെ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ വന്നിറങ്ങുമ്പോൾ ഇവിടെ താഴെ കറുത്ത രൂപത്തിലുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഇവിടെ ആൾക്കാർ വളരെ ഭക്തിയോടുകൂടി വന്നാണ് പ്രാർത്ഥിക്കുന്നത്, മെഴുകുതിരി കത്തിക്കുന്നതും പൂക്കൾ വെക്കുന്നതും ഒക്കെ. സമയം 2:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ചെറിയ വിശപ്പൊക്കെ തുടങ്ങി ഞങ്ങൾ ദേ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ, ഇതെല്ലാം ബുദ്ധൻ്റെ ഓരോ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ആക്ഷനിലാണ് ആള് വർത്താനമൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാവരും ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കഫേയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തായ് ഫുഡ് കഴിക്കണമെന്നാണ്. അങ്ങനെ തായ് ഫുഡ് കഴിക്കാനുള്ള ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സ്ട്രീറ്റിൽ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ പടുത്തയാണ് ഓർഡർ ചെയ്തത്. സ്പെഷ്യൽ ഫ്രൂട്ട് ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ് ഈ ഒരു ടെമ്പിളിൽ. ഇവിടുത്തെ ബുദ്ധൻ ഉറങ്ങുന്ന രൂപത്തിലാണ്, അതായത് നമ്മുടെ ശ്രീ പത്മനാഭൻ അനന്തശയനത്തിൽ കിടക്കത്തില്ലേ ആ രൂപത്തിലുള്ള ബുദ്ധനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വന്നിട്ട് ഇന്നത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ചൂട് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു തൊപ്പിയും കണ്ണാടിയൊക്കെ കരുതിയാൽ നമുക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ശ്രീബുദ്ധനെ കാണാൻ അകത്തേക്ക് കയറുകയാണ്. വളരെ വലിപ്പത്തിലുള്ള ശയിക്കുന്ന രീതിയിലുള്ള ശ്രീബുദ്ധനെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇതിൻ്റെ വലിപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലാകും. കാരണം കുട്ടികളൊക്കെ അടുത്ത് നിന്നിട്ട് കണ്ടോ, അവരൊക്കെ തീരെ ചെറുതായിട്ട്. അതുകൂടാതെ നല്ല നീളത്തിലുമാണ് ഈ ഒരു രൂപം. പിന്നെ ഇവിടെ എന്തോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് അധികം ആളുകൾ ആരും ഇവിടെ കണ്ടില്ല. പിന്നെ ഈ കാണുന്ന മഞ്ഞ ബോർഡിൽ ആൾക്കാർ പേരെഴുതിയിട്ട് ഒരു ലവ് ചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ എഴുതി വെച്ചാൽ നാളെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണോ എന്നും അറിയത്തില്ല. അത് നമുക്കറിവില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ ഇവിടുത്തെ അടുത്ത അമ്പലത്തിലെത്തി. ഈ ഒരു കോമ്പൗണ്ടിൽ പ്രധാനമായിട്ടും 3 ബുദ്ധൻ്റെ പ്രതിമകളാണുള്ളത്. ഒന്ന് ശയിക്കുന്ന രൂപം, 2 ഇരിക്കുന്ന രൂപത്തിലുമാണ് കണ്ടത്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ വളരെ പൊക്കത്തിലുള്ള മേൽക്കൂരയാണ്. പിന്നെ ഈ സമയം ആയതുകൊണ്ടാണോ നിറത്തിൽ ഇവിടെ അധികം തിരക്കില്ലായിരുന്നു. നമ്മളെ കൂടാതെ വേറൊരു മലയാളി ഫാമിലി ടൂർ വന്നതായിട്ട് കണ്ട്, അല്ലാതെ വേറെ ആരും ഇവിടെ കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് ബുദ്ധ സന്യാസിമാരെയും. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു അമ്പലമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും കുറേ നേരം നിന്ന് കണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. നമുക്കിവിടെ വരുമ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ ഭയങ്കര കാമായിട്ട് എന്തോ ഒരു ശാന്തതയും സമാധാനവും ഒക്കെ തരുന്ന അന്തരീക്ഷമായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ കോസ്റ്റ്യൂമിനെ പറ്റി പറയാം. ഇത് ഞങ്ങൾ തമ്മനത്തുള്ള അസ്മാരയിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. 3 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് ഇടണം ഏതെങ്കിലും ഒരു ദിവസം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അസ്മാരയിൽ ചെന്നപ്പം ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ കിട്ടി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 1000 റുപ്പീസിനടുത്താണ്. ബോട്ടവും ലോങ് ടോപ്പും കൂടെ ഉള്ള ഒരു കോട്ട് സെറ്റാണിത്. പക്ഷേ ഇട്ടിട്ട് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ടോപ്പ് മാത്രം വെയർ ചെയ്ത്. എന്തായാലും സ്റ്റൈലായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾ അസ്മാരയെ സമീപിച്ചാൽ മതി. ടെമ്പിളിൽ വന്നിരിക്കുന്ന ഇനി ഈ ബുദ്ധൻ ഏത് ഷേപ്പിലാണോ, ഓരോരുത്തരും ഓരോ ഷേപ്പിൽ. നമ്മൾ 3ാമത് വന്ന ഈ ബുദ്ധ ടെമ്പിൾ കണ്ട് ഞെട്ടിപ്പോയി. ഇതിപ്പോൾ അമ്പലമാണോ അതോ കൊട്ടാരമാണോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ടായി. അത്ര അടിപൊളി കൺസ്ട്രക്ഷനും കുറേ ഏരിയയിൽ നിൽക്കുന്ന ഒരമ്പലമാണ്. പിന്നെ ഇതിനകത്ത് കയറിയപ്പം മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ കുറേ ബുദ്ധ സന്യാസിമാരുണ്ട്. അവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുണ്ട്. പിന്നെ അവർ തമ്മിലും അധികം സംസാരമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഇവിടെ എൻട്രൻസിൽ തന്നെ കുറേ അധികം കുട വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കുടയെടുത്ത് അകത്തേക്ക് കയറാം. കാരണം അത്രയ്ക്ക് നല്ല വെയിലുണ്ട്. നമ്മുടെ അമ്പലങ്ങളിലൊന്നും കുട ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അകത്തേക്ക് വന്നപ്പം ബുദ്ധൻ്റെ പലതരം രൂപങ്ങൾ, അത് ഓരോ രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓരോ ബുദ്ധൻ്റെ പ്രതിമകളും അതിൻ്റെ താഴെ അതിനെപ്പറ്റി ഒരു വിശകലനം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിനകത്ത് നമ്മുടെ അവിടെ നാലമ്പലം എന്ന് പറയുന്നതല്ലേ, അതാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെയൊക്കെ. ഇവിടെയും എപ്പോഴും തൂത്തും തുടച്ചും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. അമ്പലം മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ഈ തായ്ലൻഡിൽ വന്നിട്ട് കുറേ സ്ഥലത്ത് പബ്ലിക് ടോയ്ലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അവിടെയൊക്കെ നല്ല നീറ്റായിട്ടാണ് പോകുന്നത്. ഈ അടുത്ത് മൂന്നാർ പോയപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോയിരുന്നു. അവിടെ ചെന്ന് യാദൃശ്ചികമായിട്ട് അവിടുത്തെ ടോയ്ലറ്റ്സ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇത് ഇത്രയും വൃത്തികേടാക്കുന്നത് അവിടെ, എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ആരുമില്ല. അപ്പോൾ ഞങ്ങൾ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിദേശ വനിതയാണ് അത് ഉപയോഗിച്ചിട്ടിറങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ഈ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളെപ്പറ്റി അവർ കരുതുന്നത് അയ്യോ വൃത്തിയില്ലാത്ത ആൾക്കാർ അങ്ങനെ ആയിരിക്കുമല്ലോ.
അങ്ങനെ വളരെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ബാങ്കോക്കിലുള്ള ഹോട്ടൽ റോയൽ ബെഞ്ച എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ന് പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള നമ്മുടെ യാത്രയുടെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മണിക്കൂറേ എടുക്കുള്ളൂ. പക്ഷേ നമ്മൾ 3 ബുദ്ധൻ്റെ ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്തു. അതുകൂടാതെ നമ്മൾ ഒരുപാട് നേരം ട്രാഫിക്കിൽ കിടന്ന് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം മൊത്തം പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ പട്ടായയിൽ വരാനോ ബാങ്കോക്കിൽ വരാനോ ഒക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിരാവിലെ തന്നെ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള യാത്ര തുടങ്ങുക. ആ സമയമാണെങ്കിൽ കുറച്ച് ട്രാഫിക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങ് പോയെന്ന് പറയാം. ഈ അമ്പലം വിസിറ്റ് ചെയ്തതല്ലാതെ നമുക്കിന്ന് ഒന്നും കാണാനോ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. 16th ഫ്ലോറിലാണ് നമ്മുടെ റൂം ഉള്ളത്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മൾ ബാങ്കോക്ക് സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇനി വേഗം ഫ്രഷ് ആയിട്ട് പുറത്തു പോകാനാണ് പ്ലാൻ. കാരണം ഷോപ്പിംഗ് നടത്തണം. പ്ലാറ്റിനം മോളിൽ പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അടുത്തത് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിഡിലൻ റൂം. ഇതിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ തോന്നും പുതിയൊരു ഹോട്ടൽ ഏകദേശം 1 മാസത്തിനുള്ളിൽ പണിതാന്നൊക്കെ തോന്നും. അതുപോലത്തെ സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റൂം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ബാത്റൂം ഡോറൊക്കെ സ്ലൈഡ് ഡോറാണ് വരുന്നത്. അതിൽ തന്നെ ഒരു വലിയ മിററൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ്. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ട് ഇതേ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബാങ്കോക്ക് സിറ്റിയിൽ തന്നെയാണ്. പട്ടായ കണ്ട കാഴ്ചയേ അല്ല ബാങ്കോക്കിലേക്ക് വരുമ്പം വളരെ തിരക്കേറിയ റോഡും വളരെ ബിസി ലൈഫുള്ള ആളുകളും അതുപോലെ കുറേ അധികം ബിൽഡിങ്സും. അത് ആകാശമുട്ട ഉയരമുള്ളതുകൊണ്ട് താഴ്ന്നതുകൊണ്ട് ഹോട്ടലുകളുടെ ഒരു ബഹളം, എപ്പോഴും വാഹനങ്ങൾ. പട്ടായ കുറച്ചുകൂടെ കാമാൻ കോയറ്റ്. എനിക്കിപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നത് പട്ടായാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് ഇതേ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ദൂരോട്ടൊന്നും പോകുന്നില്ല. ട്രാഫിക്കാണ് പ്രശ്നം. നമുക്ക് ഒരു അരമണിക്കൂർ സഞ്ചരിക്കേണ്ട അടുത്ത് നമ്മൾ 2-3 മണിക്കൂർ എടുത്ത് വേണം പോകാനായിട്ട്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരികെ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഗൂഗിൾ TV ആണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞു എന്തായാലും അമ്മയുടെ വീഡിയോ കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചാനലൊക്കെ വെച്ച് നോക്കിയത്. അപ്പം എൻ്റെ നീ മീറ്റിംഗ് ചലഞ്ച് വന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടിരുന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസ് ഒക്കെ കളിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പുറത്തു പോയി. അവർക്ക് ഇന്ത്യൻ ഫുഡ് വേണമെന്നുള്ളത് കൊണ്ട് അവർ വേറൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞങ്ങളുടെ ഫാമിലി ഇവിടെ നൂഡിൽസ് ഒരു ആളുണ്ടാക്കുന്നുണ്ട്. അപ്പം വിചാരിച്ചു എങ്കിൽ ഇവരുടെ നിന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഈ ലേഡിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അവർ വീട്ടിൽ കുക്ക് ചെയ്യാറേ ഇല്ല. അവർ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വന്ന് കടയിൽ നിന്ന് ജോലി ചെയ്യും. രാത്രിയിലത്തെ അവരുടെ ഫുഡെന്ന് വെച്ചാൽ അവരിത് സ്വന്തമായിട്ട് ഉണ്ടാക്കത്തില്ല. അടുത്തുള്ള കടകളിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങിച്ച് വെക്കും. അപ്പം ഞങ്ങൾ നിന്നപ്പോൾ തന്നെ അവരുടെ മോൻ വന്ന് അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. നൂഡിൽസ് ഉണ്ടാക്കുന്ന രീതി നമ്മളുടെ സെയിം രീതിയൊക്കെ ആണെങ്കിലും ഇവരതിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്തൊക്കെയോ പച്ചിലകളൊക്കെ ഇട്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങിയത് കൊണ്ടാണ് ടേസ്റ്റ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ഓയിലൊക്കെ നോക്കുമായിരുന്നു ഏതാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന്. ഒരു വെറൈറ്റി ടേസ്റ്റോ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. ബൈ.